ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ബിസ്മി റോഷൻ. എല്ലാവർക്കും നമ്മുടെ ചാനലായ ലൈവ്ലി ലിമിറ്റ്ലെസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു താറാവ് മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കെ. ഞാൻ അതിനു വേണ്ടി ഇവിടെ 2 സവാള, പകുതി തക്കാളി, ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അല്പം വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം പൊടികളായിട്ടുള്ള 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. കറി നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ച് താറാവ് മുട്ട കൂടി ചേർത്ത് എടുക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.